ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു അടക്കമുള്ളവരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപാട് പ്രമുഖർ രാവിലെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ആശുപത്രിയുടെ മോർച്ചറി പരിസരത്ത് പോലും എത്തിയിരുന്നു. ഇപ്പോൾ അഖില നന്ദകുമാർ ചേരുന്നുണ്ട്. അഖില, ഈ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഇറക്കി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൂങ്കുന്നത്തെ വീട്ടിലേക്കെത്താൻ ഒരു 10 മിനിറ്റ് മാത്രമേ എടുക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ബാക്കിയുള്ള ചടങ്ങുകൾ, അദ്ദേഹത്തിൻ്റെ പൊതുദർശനം, അതിനുശേഷം അടുത്ത ദിവസം സംസ്കാരം, അതൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? പ്രേക്ഷകരുടെ അറിവിലേക്കൊന്ന് പറയാം. പി ജി ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് പി ജയചന്ദ്രന്റെ ഭൗതിക ശരീരം എത്തും. അവിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കൾക്കായിരിക്കും അദ്ദേഹത്തെ അവസാനമായി കാണാനുള്ള സൗകര്യം ഉണ്ടാവുക. തുടർന്നാണ് ജനങ്ങൾക്ക്, അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള സൗകര്യം തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ വെച്ചായിരിക്കും. അവിടെയാണ് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന തൃശ്ശൂരിലെയും എറണാകുളത്തെയും മലയാളികളായിട്ടുള്ള നിരവധി പേർ അദ്ദേഹത്തെ അവസാനമായി വന്ന് കാണുക. നമ്മൾ ഈ മലയാള സംഗീത ചരിത്രത്തിലെ വലിയ ഒരു സ്ഥാനമിട്ടിരുന്ന, നമ്മൾ ഭാവഗായകർ എന്ന് പറയുമ്പോഴും 14 വർഷം അദ്ദേഹം ഇടവേള എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയനായത് നിരവധി ഭക്തിഗാനങ്ങളിലൂടെയാണ്. നമുക്ക് നിരവധി പരിചയമായിട്ടുള്ള, എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാത്തിലും സജീവമായിട്ടുള്ള വിഘ്നേശ്വര ജന്മ നാളികേരം, ഗുരുവായൂർ ശ്രീ വൈകുണ്ഠം, വടക്കുന്നാഥന് സുപ്രഭാതം പാടും, അങ്ങനെ നിരവധിയായിട്ടുള്ള. അപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, താൻ ഈ ബ്രേക്കറിന് സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ സമയത്ത് എന്താ സിനിമയില്ലല്ലോ, കാണാറില്ലല്ലോ, കേൾക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കെന്താ പ്രശ്നം, എനിക്ക് സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട്, നിരവധി ഭക്തിഗാനങ്ങളുണ്ട്, ആൽബങ്ങളുണ്ട്, കാസറ്റുകളുണ്ട്, അങ്ങനെ ഞാനിപ്പോഴും സജീവമായി നിറഞ്ഞു നിൽക്കുകയല്ലേ എന്ന് അദ്ദേഹം പലർക്കും വളരെ ജന്മസിദ്ധമായി മറുപടി നൽകാറുണ്ട്. ഈ പലൊരു ബ്രേക്കിന് കാരണമായി പറയുന്നത് അദ്ദേഹം പല സംഗീത സംവിധായകരുമായിട്ട്, പ്രത്യേകിച്ച് യുവാക്കളുമായിട്ട് അവരോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്നു, അതിന്റെ ചില പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ വരാറ്. അതിൽ ഈ ഗോപി സുന്ദറിനെ തന്നെ ഈ അപ്പങ്ങളെമ്പാടും എന്നൊരു പാട്ടിൽ നിശിദ്ധമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഓലഞ്ഞാലി കുരുവി എന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഗാനം, നമ്മൾ മലയാളത്തിൽ തന്നെ എടുത്തു പറയാൻ കഴിയുന്നതിൽ അത്ര ഭാവ തീക്ഷ്ണതയോടെ പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് ഓലഞ്ഞാലി കുരുവി എന്നുള്ള ആ ഒരു വരികളിലൂടെ നമുക്ക് തിരിച്ച് ജയേന്ദ്രനെയും ഗോപിസുന്ദർ വഴി ഒരു യുവാക്കളുമായിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു റീയൂണിയൻ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ സംഗീതത്തെ ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സംഗീതത്തെ എത്രമാത്രം ജയചന്ദ്രൻ സ്നേഹിച്ചിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഈ റീമിക്സ് എന്ന് പറയുന്ന ഒരു സാംക്രമിക രോഗമാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതേപോലെ തന്നെ ഓർക്കസ്ട്രയുടെ സഹായത്തോടുകൂടി തന്നെ പാടാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. മൈനസ് ട്രാക്ക് പാടാൻ അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് സംഗീതത്തെ സ്നേഹിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് സംഗീതത്തിലുള്ള ആത്മവിശ്വാസവും അതായിരുന്നു. പക്ഷേ ആ വഴി മാറി സഞ്ചരിച്ചവരെയൊക്കെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ വഴിയിൽ എല്ലാവരും ശുദ്ധസംഗീതത്തിൻ്റെ വഴിയിലേക്ക് തിരികെ എത്തുമ്പോൾ അവർക്ക് ജയചന്ദ്രനെ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതല്ലേ സത്യം? അത് തന്നെയാണ്. ഈ കൊലവറി പാട്ട് കേൾക്കുമ്പോൾ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ജയേന്ദ്രനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയുന്നത്, അവർ അങ്ങനെ ആസ്വദിക്കുന്നവർ ആസ്വദിച്ചോട്ടെ, പക്ഷെ എനിക്കത് ആസ്വദിച്ച് എന്റെ സമയം കളയാൻ താല്പര്യമില്ല, എന്റെ സംഗീതം ഈ വഴിയല്ല. അപ്പോഴും അദ്ദേഹം ജാനകി അമ്മയെയും അങ്ങനെ എടുത്താണ് പറയാറ്. ചിത്രയൊക്കെ പാട്ടുകാരിയാണ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ്. എന്റെ പാട്ടുകൾ എന്റെ സ്വകാര്യമായിട്ടുള്ള അനുഭവങ്ങളാണ്, ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എന്നും ആ കാലത്തെ ഉള്ളിലേക്ക് ചേർത്ത് പിടിക്കുന്നു അദ്ദേഹം പറയുന്നു. ദീപക് ദേവിനെയും ഒപ്പം തന്നെ ഗോപി സുന്ദറിനെയും അവരുടെ പല റീമിക്സിൽ നിഷിദ്ധമായി വിമർശിച്ചിട്ടുണ്ട്. പി ജി സൂചിപ്പിച്ചതുപോലെ റീമിക്സ് ഈസ് ഡിസീസ് എന്നാണ് പി ജയേന്ദ്രൻ പറയാറുള്ളത്. അവർ പാടിക്കോട്ടെ, അദ്ദേഹത്തിന് അത് അനുഭവം പറയാൻ കാരണങ്ങളുമുണ്ട്. നമുക്കറിയാം, രാഘവൻ മാഷിന്റെയും ദേവരാജൻ മാഷിന്റെയും സമയത്ത് 40 വയലിന്റെ ഒക്കെ അകമ്പടിയോടെ ലൈവ് ഓർക്കസ്ട്രേഷൻ നടത്തിയ കാലത്താണ് ജയേന്ദ്രൻ പാട്ടുകൾ പാടി തുടങ്ങുന്നത്. ആ അനുഭവങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഓരോരുത്തരും, ഓരോ ഗായകരും, ഓരോ കലാകാരന്മാരുടെ ഒരു കോൺട്രിബ്യൂഷൻ അത് ലൈവായി തന്നെ കേട്ടുവരുന്ന ഒരു സമയത്ത് വീണ്ടും ഈ റീമിക്സിൽ അവർ അത്രയും അധ്വാനിച്ച് ചെയ്ത ഒരു ഭാവം, ഒരു ഗാനം, ഒരു സംഗീത ശകലം വീണ്ടും വികൃതമായെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കാറ്. വേറെ രീതിയിലേക്ക് വരുമ്പോൾ തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അത് കേൾക്കുന്നവർ കേട്ടോട്ടെ, പക്ഷേ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ സംഗീതത്തിന്റെ ഒരു ശുദ്ധ വഴി എന്ന് പറയുമ്പോഴും എല്ലാത്തിനെയും അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു വഴികളുണ്ടായിരുന്നു. അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന, ഏറ്റവും നെഞ്ചോട് ചേർത്തിരുന്ന ചില ഗാനങ്ങളുണ്ടായിരുന്നു, ഗായകരുണ്ടായിരുന്നു. അവരോടുള്ള ഇഷ്ടം അത്ര കണ്ട് തുറന്നു തന്നെ പറയുമായിരുന്നു. അത് തന്നെയാണ് ജയചന്ദ്രൻ എന്നൊരു ഗായകനെ അത്ര വ്യത്യസ്തനായത്. ഭാവതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ ഗാനഗന്ധർവനോളം തന്നെ ഭാവം കൊണ്ട് മലയാളിയെ അത്ര കണ്ട് വശീകരിച്ച ഒരു ഗായക സൗന്ദര്യമായിട്ട് വന്നത് പല യുവാക്കളുമായിട്ട്. നമ്മൾ ഈ ഓലഞ്ഞാലിക്കുരുവി, പാണി ജയറാമും ജയചന്ദ്രനും പിന്നീട് അത്ര ഒരു സുന്ദരമായിട്ട് മലയാളിക്ക് എല്ലാ ജനറേഷനും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു പാട്ടുകളായിട്ട് മാറിയിട്ടുണ്ട്. ബാലഭാസ്കറിന്റെ ഒരു ആൽബം തന്നെ നമുക്ക്
എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഒന്നിനുമല്ലാതെ എന്നുള്ള പാട്ടൊക്കെ നമുക്ക് ഒരു പാട്ട് മതി. ജയേന്ദ്രനെയും ബാലഭാസ്കറിനെയും നമുക്ക് അങ്ങനെ തുറന്നു വെക്കാൻ. സുരേഷ് പീറ്റേഴ്സിന്റെ ഒപ്പം അറിയാതെ ആ പാട്ടിന്റെയൊക്കെ ചിത്രയുടെ ഒപ്പം തന്നെ ഒരു അത്ര ഭാവ സൗകുമാര്യം തന്നെ പറയണം, ഒരു ഗാംഭീര്യം. മോഹൻലാൽ വരുമ്പോൾ ഒരു നായക കഥാപാത്രത്തിന് ഒത്ത തന്നെ നമ്മൾ പലതവണയും ഈ ഓർമ്മക്കുറിപ്പുകൾ പറയുമ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട്, അധികം ഗാനങ്ങളൊന്നും എനിക്ക് വേണ്ടി ജയേട്ടൻ പാടിയില്ല, പക്ഷെ എന്റെ അമ്മയ്ക്ക് വേണ്ടി വന്ന് പാടുമായിരുന്നു. അങ്ങനെ പലരുമായിട്ട് വളരെ വ്യക്തിബന്ധം സൂക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ്. പലരുടെയും ഈ ചിത്രയൊക്കെ പറയുന്നത്, സഹോദരി മരിച്ചപ്പോൾ എന്നെ വിളിച്ചിരുന്നു, എന്റെ സഹോദരി പോയി, പക്ഷെ ആ സ്ഥാനത്ത് ഞാൻ നിന്നെയാണ് കാണുന്നത്. അങ്ങനെ അദ്ദേഹം പലരോട് സംസാരിക്കും പറയായിരുന്നു, ഒരു നാളികേരത്തിന്റെ പോലെയാണ്. പുറത്തേക്ക് മുഷടെന്ന് തോന്നും, വളരെ റഫ് ആൻഡ് ടഫാണ്, പക്ഷെ ഉള്ളിലേക്ക് അതൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അത്ര തെളിനീരായി ഒഴുകുന്ന ഒരു സംഗീതമാണ്, ഒരു മനസ്സാണ്. ആ ഒരു അലിവ് തന്നെയാണ്, ആർദ്രത തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ, ആ ഭാഷയിലൂടെ നമുക്ക് നമ്മുടെ മലയാള ഭാഷ അത്ര സൗന്ദര്യത്തോടെ നമ്മളിലേക്ക് എത്താൻ ഒരു കാരണക്കാരനായ, സുന്ദരമായിട്ടുള്ള ഗാനങ്ങൾ നൽകിയ ഒരു മഹാഗായകൻ തന്നെയാണ് പി ജയചന്ദ്രൻ. എന്തായാലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം അവസാന സമയത്ത് ചിലവഴിച്ചിരുന്ന പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിക്കും. അവിടെ വളരെ സ്വകാര്യമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനുള്ള എല്ലാവിധ മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പൊതുജനങ്ങൾക്ക് തൃശ്ശൂരിലെ സാംസ്കാരിക മേഖലയ്ക്ക് സാമൂഹ്യ ഒരു പരിച്ഛേദം തന്നെ നമുക്കിപ്പോൾ 10 മണിക്ക് ശേഷമായിരിക്കും അവിടെ തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ കാണാൻ കഴിയുക. അദ്ദേഹമായി നിരവധി വ്യക്തിബന്ധമുള്ളവർ, സാധാരണ മനുഷ്യർ. പക്ഷെ അദ്ദേഹം എപ്പോഴും പറയും, കളക്ടർ ആയിക്കോട്ടെ, ഒരിക്കൽ അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, റഹ്മാൻ പാട്ട് പാടാൻ വിളിച്ചപ്പോൾ വീട്ടിൽ വെള്ളമില്ല, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വരാം. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ശൈലിയിൽ തന്റെ ഒരു അലസ മനോഭാവത്തിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, താനൊരു മടിയനാണ്, തനിക്ക് തന്റെ ഒരു വഴിയുണ്ട്, അതിനപ്പുറം വലിയ തേടലുകൾ പോകാനോ വലിയ രീതിയിൽ ഒരു അന്വേഷണങ്ങൾക്കോ ഒന്നും നിൽക്കാറില്ല. പക്ഷേ അദ്ദേഹം അവസാന സമയത്തൊക്കെ ഒരു സങ്കടമായി പറഞ്ഞ കാര്യങ്ങൾ, തനിക്ക് കർണാടക സംഗീതം കുറച്ചുകൂടി പഠിക്കാമായിരുന്നു, അതാ തന്റെ അലസതയിൽ അങ്ങ് വിട്ടുപോയതാണ്, മുങ്ങിപ്പോയതാണ്, അത് താനൊരു അലസത കാണിക്കരുതായിരുന്നു എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പല ആവർത്തി പറയാറുണ്ട്. പക്ഷെ പഠിച്ചില്ലെങ്കിൽ എന്താണ്, അത്ര കണ്ട് സാന്ദ്ര തീക്ഷ്ണമായിട്ടുള്ള ഗാനങ്ങൾ നമുക്ക് മലയാളിക്ക് ഓർമ്മയ്ക്ക് വെക്കാൻ തന്നെയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പുറത്തേക്ക് വളരെ ഒരു കർക്കശക്കാരനായിട്ട്, ഒരു ചെറിയ പിശുക്കിയായിട്ടാണ് അദ്ദേഹം പല രീതിയിലും ഒരു സമൂഹത്തിലും ചുറ്റുപാടുകളിലൊക്കെ നിറഞ്ഞേൽക്കുക. പക്ഷേ അദ്ദേഹം അവസാനമായിട്ട് ഒരു എന്താണ് ഇനിയുള്ള ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ പറയാറുള്ളത്, തന്റെ പോലെ നിരവധി കലാകാരന്മാരുണ്ട്, താൻ ഒരു തരത്തിൽ പ്രിവിലേജ്ഡ് ആണ്, കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക ഭദ്രയൊക്കെ തന്നെ ആ രീതിയിൽ തുണയ്ക്കാറുണ്ട്, എന്നാൽ അതൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള നിരവധി പാട്ടുകാരുണ്ട്, അവരെ സഹായിക്കാനുള്ള തന്റെ ഒരു മനസ്സുണ്ട്, അതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് ബ്രഹ്മാനന്ദന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവസാന സമയത്ത് വലിയ സാമ്പത്തിക പരാധീനതകളായിരുന്നു, ചികിത്സിക്കാനും വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു കൂട്ടായ്മയ്ക്കൊക്കെ തയ്യാറെടുത്തിട്ടുണ്ട്, ഒരു ഗാനമേളയൊക്കെ നടത്തിക്കൊണ്ട് ആ രീതിയിൽ അദ്ദേഹത്തിനൊരു ചികിത്സാ സഹായം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പിന്നീട് വീട് വെക്കാനൊക്കെ സഹായത്തിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പലരെയും വിളിക്കുന്നും ഒരുമിച്ച് നടക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തേടുമ്പോൾ അദ്ദേഹം പറയും, ആരും വന്നില്ലെങ്കിൽ എന്താ, ഞാൻ ചെയ്താൽ കിട്ടുന്ന പാട്ട് ആ പൈസ ഞാൻ കൊടുക്കും. അങ്ങനെയൊക്കെ പറയാൻ ഇനിയൊരു മലയാളത്തിലൊരു ഗായകന്, ഒരു സാമൂഹ്യ ജീവിക്ക്, ഇങ്ങനെ ഒരു കലാകാരനായിരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിൽ ആർദ്രത ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ പുറത്തേക്ക് പലതരം വ്യാഖ്യാനങ്ങൾ, മുഷടനാണ്, യുവാക്കളോട് പുതിയ റീമിക്സിനോടൊക്കെ നിഷേധം പറയുന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ മനുഷ്യനായിരിക്കുക എന്നുള്ളതും സൗന്ദര്യമുള്ള ഒരു കലാജീവിതത്തിന്റെ ഒരു ഉടമയാണെന്ന് അദ്ദേഹത്തിന് നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ കഴിയും. അങ്ങനെ യുവാക്കളെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഒരു തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള മലയാളത്തിന്റെ പതിറ്റാണ്ടുകൾ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു ഗാനമാണ് ഏറ്റവും ശിശിരകാല മേഘമിഥുനം. അതായത് കീരവാണിയാണ് സംഗീതം. അദ്ദേഹത്തിന് ഓസ്കർ അടക്കം ലഭിച്ചപ്പോൾ മലയാളം ആഘോഷിച്ചത് ആ ശബ്ദ സൗന്ദര്യത്തെയാണ്. ഏറ്റവും സുന്ദരനായി തന്നെ ശ്രീദേവിയും അരവിന്ദ് സ്വാമിയും കൂടി ചേർത്ത് അഭിനയിച്ചിട്ടുള്ള ആ ഗാനങ്ങൾ, ഭരതന്റെ ഫ്രെയിമുകൾ, ഇത്ര ഒരു ക്ലാസിക് എന്നൊക്കെ മലയാളത്തിന് ഏറ്റവും സന്തോഷത്തോടെ, നമ്മുടെ മലയാളിയുടെ സന്തോഷത്തെയും സങ്കടങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നിരവധി പാട്ടുകളുടെ കാലം. എം ജയചന്ദ്രനാകട്ടെ ബാബുക്കായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട, തന്റെ അച്ഛനൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു സംഗീത സംവിധായകനാണ് ബാബുരാജ് എന്ന് എപ്പോഴും എടുത്തു പറയാറുണ്ട് ജയചന്ദ്രൻ. അങ്ങനെ ഒരു പാട്ടായിരുന്നു പിന്നീട് പെരുമഴക്കാലത്തിൽ കല്ലായിക്കടവത്ത് വഴി ജയചന്ദ്രന് നൽകിയത് എം ജയചന്ദ്രൻ. അവർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കേട്ടതാണ്. ഒപ്പം തന്നെ കൈതപ്രവും ആ വരികൾ പറഞ്ഞപ്പോൾ ആ വാക്കുകൾ ഒഴുകി താൻ അത്ര ഒരു കംഫർട്ടബിൾ ആയി. ഒരു നമ്മൾ പലതും പിന്നീട് ഈ മലയാള ഗാനശാഖയിൽ നമ്മൾ പറയാറുള്ളത്, എന്തിനാണ് വാക്കുകൾ, ഇപ്പൊ പലതവണ പുതിയ പാട്ടുകൾ വരുമ്പോൾ വാക്കുകൾ വെറും ഒരു ജിമ്പലുകളായിട്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഫില്ലറായിട്ടല്ലേ പോകുന്നത് ലിറിക്സിന്. എന്തിനാണ് ലിറിക്സിന് ഒരു പ്രാധാന്യം? വാക്കുകൾ ഒരു ഓർക്കസ്ട്രേഷനൊക്കെ വേറെ രീതിയിൽ ഒരു ട്രാക്ക് മാറി പോകുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഇത്ര സുന്ദരമായിട്ടുള്ള
പോലെയുള്ള സാഹിത്യം പോലെയുള്ള വരികൾ ഉണ്ടായിട്ടും അത്ര ഭാവതീക്ഷ്ണതയോടെ തന്നെ മലയാളിക്ക് അതേ അനുവാചകരോട് സംസാരിക്കാൻ കഴിയുന്ന സാഹിത്യവും സംഗീതവും ഒരുമിച്ച് ഇടകലർത്തിക്കൊണ്ട് മലയാളികളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു എം ജയചന്ദ്രൻ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന, ഏറ്റവും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. കണ്ണുനട്ട് കാത്തിരുന്നിട്ടും ഒരു കഥാവശേഷനിലെ അവാർഡുകൾ ലഭിച്ച ഒരു സിനിമയിലെ ഒരു പാട്ടാണ്. പിന്നീട് പാട്ടിൻ ഈ പാട്ടിൻ പ്രണയം എന്നതിലെ എന്തിനെന്നറിയില്ല സ്വന്തം ആൽബത്തിലെ. അപ്പം ഈ പ്രണയം സിനിമയിലടക്കം തന്മാത്രയിലടക്കം തന്റെ പാട്ടുകൾ ഈ ചെറിയ മുറിച്ച് ഉപയോഗിച്ചു. അതിൽ തനിക്ക് പരിഭവമുണ്ട്. എം ജയചന്ദ്രൻ എപ്പോഴും എം ജയചന്ദ്രനായിരുന്നു. അദ്ദേഹം തന്റെ നിലപാട് വെട്ടി തുറന്ന് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പല പാട്ടുകളും മുഴുവനായി പാടിച്ച് വളരെ സ്ട്രെയിനൊക്കെ എടുത്ത് പാടിയിട്ടും ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ഉപയോഗിച്ചു. അതിൽ തന്റെ നിഷേധം, തന്റെ പ്രതിഷേധമൊക്കെ എല്ലാ അഭിമുഖങ്ങളിലും അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരു സ്വഭാവക്കാരനായതുകൊണ്ട് തന്നെയാകാം അദ്ദേഹത്തിന് പിന്നീട് പല ഒരു മ്യൂസിക് കമ്മ്യൂണിറ്റിയിൽ തന്നെ അങ്ങനെ ഒരു നിഷേധി എന്നൊരു ലേബലാണ് പതിച്ചു കിട്ടിയത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് നല്ലവണ്ണം അറിയാം. നമ്മളുടെ തന്നെ മനസ്സിൽ നിരവധി ഫ്രെയിമുകളുണ്ട്. കൈരളി സ്വരളയ അവാർഡിനൊക്കെ യേശുദാസിന്റെ പ്രഥമ അവാർഡിന് എം ജയചന്ദ്രനാണ് കിട്ടിയത്. ആ ഫ്രെയിം എന്ന് പറയുന്നത് ജയചന്ദ്രനാണ് യേശുദാസിന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഫ്രെയിം. മലയാളികൾ ആഘോഷിച്ച, പതിറ്റാണ്ടുകൾ ആഘോഷിച്ച രണ്ട് മഹാഗായകർ അങ്ങനെ ചേർന്ന് നിൽക്കുന്നത് പറഞ്ഞു നിർത്താൻ കഴിയാത്തത്ര